ബ്രെഡും മുട്ടയും കയ്യിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം. 2 മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നന്നായി അലിയുന്നതിന് വേണ്ടി ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്തും ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തയ്യാറാക്കി വെച്ച ബാറ്ററിന്റെ പകുതി ഭാഗം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമുക്കിങ്ങനെ ബ്രെഡ് ചെറിയ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 6 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ പകുതി ഭാഗം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ബാക്കി ബാറ്റർ കൂടെ അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു താവി ഉപയോഗിച്ച് നന്നായി ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിന് മുകളിലേക്ക് 8 10 പീസ് നേന്ത്രപ്പഴമാണ് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നത്. കനം കുറച്ച് അരിഞ്ഞ നേന്ത്രപ്പഴം വെച്ച് കൊടുത്താൽ മതി. നേന്ത്രപ്പഴം വെച്ചും ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടിത് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെക്കാം. അടിഭാഗമൊക്കെ മൊരിഞ്ഞ് നല്ല മണം വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ 3 മിനിറ്റോളം മൂടി വെക്കാം. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ.